ഹായ് എവ്രിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള BA BScക്കാരുടെ ഹിന്ദിയിലെ ഗദ്യഗഗൻ എന്ന ടെക്സ്റ്റിലെ ഛോട്ടാ ജാദുഗറാണ് പരിചയപ്പെടാൻ പോകുന്ന പാഠം. ജയശങ്കർ പ്രസാദാണ് ഈ ഒരു കഹാനി എഴുതിയിരിക്കുന്നത്. ലേഖക് ജനിച്ചിരിക്കുന്നത് 30 ജാനുവരി 1889 അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് 15 നവംബർ 1936. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കാശി എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന് പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഛായ, പ്രതിധ്വനി, സമ്രാട്ട് ചന്ദ്രഗുപ്ത മൗര്യ എന്നിവയൊക്കെ. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ടുള്ള സമറി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോട്ട്സ് എഴുതുന്നതിൽ ഇത് ഹെൽപ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. जयशंकर प्रसाद ने छोटा जादूगर कहानी एक आर्थिक अभाव से ग्रसित परिवार के बारे में है. लेखक की बालक से पहली मुलाकात कार्निवल के मैदान में होती है, जहां सब शरबत पी रहे होते हैं और बालक उस शरबत पीते हुए लोगों को देखता रहता है. അതായത് ഈ ഒരു കഹാനിയായിട്ടുള്ള ഛോട്ടാ ജാദൂഗർ ഒരു ആർത്തിക അഭാവ് എന്ന് വെച്ചാൽ വളരെ ദരിദ്രത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിനെ കുറിച്ചിട്ടാണ് ലേഖക് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ലേഖക് ഈ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് ഒരു കാർണിവൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അവിടെ എല്ലാവരും ഒരു ജ്യൂസ് കടയുടെ ചുറ്റും നിന്നിട്ട് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഈ കുട്ടി അവരെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ലേഖക് की नज़र पहले से ही उस बालक पर थी और उनके पूछने पर वह बताता है कि उसकी माँ बीमार है और पिताजी जेल में हैं, जिस वजह से उसे खेल दिखाना पड़ रहा है. ലേഖക് ഈ കുട്ടിയെ ആദ്യമേ കണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലേഖക് ഈ കുട്ടിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയും, എൻ്റെ അമ്മ വയ്യാതെ കിടക്കുകയാണ്, അസുഖം വന്ന് കിടക്കുകയാണ്, അച്ഛൻ ജയിലിലാണ്, അത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ കളി കാണിച്ചിട്ട് മാജിക്കൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്ന് ആ കുട്ടി തുറന്നു പറയുകയാണ്. ലേഖക് को आश्चर्य होता है कि 13-14 साल का यह लड़का परंतु माँ के इलाज और पेट पालने के लिए वह गलियाँ और मेलों में करतब दिखाकर पैसे कमाने की कोशिश कर रहा है. ലേഖകന് വളരെ ആശ്ചര്യമാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഷ്ടിച്ച് 13-14 വയസ്സായിട്ടുള്ള ഈ കുട്ടി സ്വയം ജീവിക്കാനും അമ്മയെ ചികിത്സിക്കാനും വേണ്ടിയിട്ട് പല വഴികളിലും അതുപോലെ തന്നെ മേലകളിലും അതുപോലെ തന്നെ ഈ കാർണിവൽ ഗ്രൗണ്ടുകളിലൊക്കെ വന്നിട്ട് മാജിക്ക് കാണിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് കണ്ടിട്ട് ലേഖകന് ആശ്ചര്യമാവുകയാണ്. കഥാകാർ ഉസ്കി സ്ഥിതി ദേഖ് ദ്രവിത് ഹോ ജാത്തെ ഹെ. വളരെയധികം ദയ തോന്നുകയാണ് ലേഖകന് ആ കുട്ടിയോട്. കഥാകാർ ഉസെ ബാർ ബാർ മിൽത്താ ഹെ और उसके घर की हालत जानना चाहता है. ലേഖക് പല പ്രാവശ്യം ആ കുട്ടിയായിട്ട് മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ്റെ വീട്ടിലെ സ്ഥിതി എങ്ങനെയാണ് എന്ന് അറിയാനാണ് നോക്കുന്നത്. पहली मुलाकात के अंत में वह कहता है कि अगर उन्होंने उसे शरबत न पिलाकर उसका करतब देखा होता तो उसे बहुत प्रसन्नता होती. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ജ്യൂസ് വാങ്ങി തരാതെ എൻ്റെ കളി അല്ലെങ്കിൽ എൻ്റെ മാജിക്ക് കണ്ടതായിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും സന്തോഷമാവുകയായിരുന്നു എന്ന് ആ കുട്ടി ലേഖകനോട് പറയുന്നുണ്ട്. ഇസ് മുലാഖാത്ത് में लेखक को छोटा जादूगर बहुत ही बड़ा निशानेबाज है यह पता चलता है. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ തന്നെയാണ് ലേഖകന് മനസ്സിലാകുന്നത് ഇവൻ വളരെ നല്ലൊരു നിശാനേബാസാണ്. അതായത് നന്നായിട്ട് എയിം ചെയ്തിട്ട് ഉള്ള കളിയിൽ അവന് എല്ലാ ടോയ്സും കിട്ടുകയാണ്. ഉന്നം വയ്ക്കാൻ അവന് നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ ഉന്നം വെച്ച് അവന് കുറേ ടോയ്സ് ആ കാർണിവൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു കളിയിൽ കിട്ടുകയാണ് ഉണ്ടാകുന്നത്. ആ ഒരു സംഭവം കഥാകാരന് മനസ്സിലാവുകയാണ്. दूसरी मुलाकात उनके छोटे जादूगर से कोलकाता के बोटानिकल गार्डन में होती है, जब लेखक अपने दोस्तों और बीवी के साथ जलपान कर रहे होते हैं. രണ്ടാമതായിട്ട് അദ്ദേഹം അതായത് ലേഖക് ഈ ഛോട്ടാ ജാദൂഗറിനെ കാണുന്നത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ വെച്ചിട്ടാണ്. അവിടെയും ഇവൻ മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് ലേഖകിനെ കാണുന്നത്. അപ്പോൾ ലേഖക്കും ലേഖക്കിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ലേഖക്കിൻ്റെ ഭാര്യയും എല്ലാവരും ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ഛോട്ടാ ജാദൂഗറിനെ കാണുന്നത്. ലേഖക് के बीवी के अनुरोध पर वह अपना खेल दिखाता है और उसके सभी खिलौने उसके इशारे पर ना छूटते हैं, जिससे खुश होकर लेखक की पत्नी ने उसको 1 रुपया दिया. അതായത് ലേഖക്കിൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് മാജിക്ക് കാണിക്കാൻ പറയുകയും അവൻ്റെ എല്ലാ ടോയ്സും അവൻ പറഞ്ഞതിനനുസരിച്ചിട്ട് അവൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് ലേഖക്കിൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം ഇഷ്ടമാവുകയാണ് അവൻ്റെ ആ കളി. അതിൽ അവർ
സന്തോഷത്തോടെ അവന് 1 രൂപ കൊടുക്കുകയാണ്. ആ മീറ്റിംഗ് അതോടെ കഴിഞ്ഞു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ലേഖക് ഈ കുട്ടിയെ കാണുന്നുണ്ട്. फिर उनकी मुलाकात लेखक जब लड़के को एक झोपड़ी के पास कंधे पर कंबल ഡാലെ ദേഖ്തേ ഹെ തബ് ഹോത്തി ഹെ. പിന്നീട് ലേഖക് അവനെ കാണുന്നത് ഒരു കുടിലിൻ്റെ അടുത്ത് ഇവൻ നിൽക്കുന്നതായിട്ട് കാണുന്ന സമയത്താണ്. അവൻ്റെ കയ്യിൽ ഒരു വലിയ പുതപ്പും കാണും. വീട്ടിലേക്ക് കയറി പോകുന്ന ആ എൻട്രൻസിലാണ് ലേഖക് ഇവനെ കാണുന്നത്. അപ്പോൾ ലേഖക് ചോദിക്കുകയാണ്, പൂച്ചനെ പർ ലഡ്ക ബത്താത്ത ഹെ കി ഉസ്കി മാ യഹീ പർ ഹെ. ലേഖക് അവനോട് ചോദിക്കുന്ന സമയത്ത് ഛോട്ടാ ജാദുഗർ പറയുകയാണ് അവൻ്റെ അമ്മ ഇവിടെ തന്നെയാണ്. और उससे झोपड़ी के भीतर जाने के बाद लेखक देखते हैं कि लड़के ने कंबल माँ पर डाल दिया है. ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ലേഖക് കാണുകയാണ് ആ ഒരു പുതപ്പ്, അവൻ കൊണ്ടുവന്ന ആ ഒരു പുതപ്പ് അമ്മയ്ക്ക് പുതപ്പിച്ച് കൊടുക്കുന്നതായിട്ടാണ്. और माँ उसकी पुकार सुनकर रो रही है. അമ്മ അവൻ വിളിക്കുന്നത് കേട്ടിട്ട് അമ്മയ്ക്ക് കണ്ണിൽ വെള്ളം നിറയുകയാണ്. इस घटना के बाद लेखक उसे कई दिन तक मिल नहीं पाए. एक दिन വഹ ജാദു കാ ഖേൽ ദിഖാത്തെ ഹുവെ നസർ ആത്താ ഹെ. അതായത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ലേഖക് അവനെ കുറേ ദിവസം കാണില്ല. അതിനുശേഷം ഒരു ദിവസം വഴിയിൽ അവൻ മാജിക്ക് കാണിച്ചിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്തും അവൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷക്കുറവുണ്ട് എന്ന് ലേഖക്കിന് തോന്നുകയാണ്. പർ ഉസ്കി ആവാസ് മേ പുരാന ജോഷ് നഹി താ. പഴയ ആ ഒരു ഉത്സാഹം അവൻ്റെ ശബ്ദത്തിലില്ല എന്ന് ലേഖക്കിന് തോന്നുകയാണ്. लेखक के पूछने पर वह बताता है कि माँ ने उसे आज कहा था कि मेरी अंतिम घड़ी समीप है, आज जल्दी घर वापस चले आना. അതായത് ലേഖക് അപ്പോഴും അവനോട് പോയി ചോദിക്കും എന്താ നിനക്കിന്ന് പറ്റിയത്. ലേഖക് ചോദിക്കുന്ന ആ ഒരു വേളയിൽ അവൻ പറയുകയാണ്, ഇന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ലാസ്റ്റ് ദിവസമാണ്, ഞാൻ മരിക്കാനുള്ള സമയം എത്താറായി, നീ ഇന്ന് നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നവൻ ലേഖക്കിനെ ഇൻഫോം ചെയ്യാണ്. यह सुनते ही लेखक लड़के को अपने मोटरसाइकिल पर बिठाते और झोपड़ी की ओर चल पड़ते हैं. ഇത് കേട്ടതോടുകൂടിയിട്ട് ലേഖക് അവനെ ലേഖക്കിൻ്റെ വണ്ടിയിലിരുത്തി അവൻ്റെ കുടിലേക്ക് പായുകയാണ് ചെയ്യുന്നത്. पर उनके वहाँ पहुँचने तक बहुत देर हो चुकी थी. കുടിലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അമ്മ മരിക്കാറാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. छोटा जादूगर अपनी माँ से लिपट कर रोने लगता है. അമ്മയുടെ ഈ അവസ്ഥ കണ്ടതും ഛോട്ടാ ജാദൂഗർ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയും ലേഖക് ഒന്നും പറയാനാവാതെ അവൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ലേഖക് उसके पास बेबस होकर चुपचाप बैठे रहे. जादू से छोटा जादूगर अपनी माँ को नहीं बचा पाया और उसकी माँ उसे छोड़कर चल बसी थी. അവൻ കാണിക്കുന്ന മാജിക്കിലൂടെ അവൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. അവൻ്റെ അമ്മ അവനെ വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം വരുന്നത്. ഇതൊരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സമറിയാണ്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വേർഡ് ടു വേർഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതാവുമ്പോൾ ഈ വീഡിയോ വളരെയധികം ലെങ്തി ആയിട്ട് മാറും. ഇങ്ങനെ ഒരു സമ്മറി ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ തന്നെ കാരണം അതാണ്. മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. ഈ സമറിയുടെ PDF ഫോർമാറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതും ചെക്ക് ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്